അപ്പോൾ ഞാൻ വീണ്ടും അനിയനെ വന്ന് ബാംഗ്ലൂർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ റിഹേഴ്സലായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ അതിന് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ശരിയാവില്ല കേട്ടോ, ചേട്ടൻ മോഹൻ ചേട്ടൻ തന്നെ വിളിക്കുന്നത്, ചേട്ടൻ നാട്ടിലേക്ക് തന്നെ പോയാൽ മതി. അപ്പോൾ ഇവിടെ ആകെ ഒരു അങ്കലാപ്പ് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നവൻ അറിഞ്ഞു, കാരണം അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. എഴുത്തയച്ചതിൻ്റെ അകത്ത് ഇങ്ങനെ മോഹനൻ പുറപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെയുണ്ട്, എൻ്റെ അടുത്തുണ്ട്, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ തിരിച്ച് റിപ്ലൈ ഒക്കെ ഇട്ട്, കാരണം വീട്ടിലെ ശകലം ശാന്തമായിട്ടിരിക്കേണ്ട സമയമാണ്, വീട്ടിലേക്ക് തന്നെ പോയിക്കോളൂ, ഇവിടെ ഇങ്ങനെ നടന്നതിന് എത്ര നാളിങ്ങനെ നോക്കും, പോരാത്തിന് സർട്ടിഫിക്കറ്റ്സ് ഒന്നും കയ്യിലൊന്നും എടുത്തിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് തന്നെ വരിക. നാട്ടിലേക്ക് വന്ന് പാലക്കാട് വന്ന് അവിടെ സ്റ്റുഡൻസിൻ്റെ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ആ കട എൻ്റെ ജ്യേഷ്ഠനൊരാളുണ്ട്, ദാമോദരൻ നമ്പൂതിരി, അദ്ദേഹം ബുക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയായിരുന്നു. ആ കടയിൽ ഒരു വർഷക്കാലത്തോളം പാലക്കാട് വന്ന് ജോലി നോക്കി. അപ്പോൾ ഞാൻ പാലക്കാട് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുൻപ് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പേരിലാണ് പോയതെന്ന്. അപ്പോൾ അന്ന് ഞാൻ പൈസ കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാർക്ക് പുറകെ പാലക്കാട്ടേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി, എന്നെ ജോലിക്ക് വച്ചിരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടായി. അപ്പോൾ പറഞ്ഞു അത് ഇങ്ങനെ ശരിയാവില്ല, തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് തന്നെ പോവുക, അവിടെ പോയിട്ട് ഇത് സെറ്റിൽഡ് ചെയ്യാനുള്ള സംവിധാനത്തിനെക്കുറിച്ച് എന്തെങ്കിലും ആലോചിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ എഴുത്തിട്ടു. അന്നാണ് 2-3 മാസങ്ങൾക്ക് ശേഷം ഒരു എഴുത്ത് വീട്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നത്തിലാണ് പോയതെന്നും, അപ്പോൾ ഈ തിരികെ എനിക്ക് അച്ഛൻ്റെ മറുപടി വന്നു, അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് പോന്നാൽ മതി, വല്ലയിടത്തും നിന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കണ്ട, ഇങ്ങോട്ട് പോര്, പൈസയ്ക്കുള്ള വഴികൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പൈസ കൊടുക്കാനുണ്ടായിരുന്ന കുറേ ആൾക്കാരെ കണ്ടമാനം ശല്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. തീരുമാനങ്ങളിലേക്കൊന്നും എത്താത്തൊരു സാഹചര്യമായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ. അന്ന് അച്ഛനപ്പോൾ ഇവിടെ യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ആനയുടെ ശാസ്ത്രം അറിയാവുന്ന ഒരാളായിരുന്നു. മാതങ്കലിയിലെ കുറേയൊക്കെ പഠിച്ചിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ആന കച്ചവടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചിട്ട് പോകും. അപ്പോൾ ശാസ്ത്രം നോക്കി ആന വാങ്ങണോ വേണ്ടയോ എന്ന് പറയാനുള്ള കഴിവ് അച്ഛനുണ്ടായിരുന്നത് കൊണ്ട് അച്ഛൻ ആൾക്കാർ കൂട്ടിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രസിദ്ധനായ ഫിലിം സ്റ്റാർ ബാബു നമ്പൂതിരിയുടെ അച്ഛനായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്. അവരൊന്നിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ബാബു നമ്പൂതിരിയുടെ അച്ഛനെന്ന് ആനകളുള്ള കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അച്ഛനും ഈ ആനയുടെ ശാസ്ത്രം പഠിക്കാൻ തീരുമാനിച്ചതെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് എത്തിയപ്പോൾ അച്ഛൻ നാട്ടിലില്ല, അച്ഛൻ യാത്രയിലുമായിരുന്നു. ഞാൻ കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വല്ലാത്ത രീതിക്ക് ഹരാസ് ചെയ്യാൻ തുടങ്ങിയൊരു സമയമായിരുന്നു. അപ്പോഴാണ് പിന്നെ വീണ്ടും ഒരു പുറപ്പെട്ടു പോകും യാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയതായിട്ടും ഇനി നിന്നാൽ ശരിയാവില്ല, ഏതെങ്കിലും രീതിക്ക് ഞാൻ അവസാനിപ്പിക്കണമെന്നൊരു ധാരണ വരെ അന്ന് എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങുക, അച്ഛൻ എത്തുന്നതിന് മുമ്പുള്ള സമയമാണ്. അച്ഛൻ എത്തിയിരുന്ന് എനിക്ക് എന്തോ ആ ഒരു ചെറുപ്പത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാൻ പോലെയുള്ള സമയമാണ്. കാരണം കൊടുക്കാനുള്ളൊരു നാലുപാടൊന്നും വല്ലാത്ത പ്രഷറുകളും ഭീഷണിപ്പെടുത്തലും ഒക്കെ പടയായിട്ട് വന്നപ്പോഴേക്കും ഇപ്പം ഞാൻ ആലോചിച്ചു, ഇനി നമ്മളിത് അവസാനിപ്പിക്കാനേ വഴിയുള്ളൂ, ജീവിതം തീർക്കാം, ജീവിതം അവസാനിപ്പിക്കണം. പക്ഷേ അന്നേരം ചിലപ്പോൾ ചിന്തിക്കാം, നമുക്ക് അവസാനിപ്പിച്ചാൽ ഇത് ആര് തീർക്കും, അവസാനിപ്പിച്ചാൽ പിന്നെ ആരെങ്കിലും തീർക്കുമല്ലോ, കാരണം വീട്ടിൽ ആർക്കും അവിടെ തീർക്കാണ്ടിരിക്കാൻ പറ്റിയല്ലോ. ഞാനുള്ളപ്പോഴല്ലേ പ്രശ്നങ്ങളുള്ളൂ. അത്ര ബാലിശ്യമായിട്ട് പോലും ഒന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങിയ വീണ്ടും. അപ്പോൾ ഒരു അപ്സ്കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. വീണ്ടും ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ഞാൻ പുറത്തിറങ്ങാം. അങ്ങനെ ഒരു ദിവസം കോട്ടയത്തിന് പോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അപ്പോൾ തീരുമാനമാക്കാം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ പിന്നീട് തീരുമാനിക്കാം, ട്രെയിനോ എന്താ വേണ്ടതെന്നൊക്കെ പിന്നീട് തീരുമാനിക്കാം, പുറപ്പെടുക. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിൻ്റെ അടുത്ത് കുറവലങ്ങാട് എത്തിയപ്പോൾ അവിടെ ഒരു തട്ടുകടയിലൊരു അവിടുത്തെ ജംഗ്ഷനിലുള്ളൊരു കടയിൽ കലാകൗമുദി തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കലാകൗമുദി അന്ന് മുതലാണ് MDയുടെ 2-ാം ഊഴം എന്ന നോവൽ ഖണ്ഡശയായിട്ട് പ്രസിദ്ധീകരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഇത് കണ്ടപാടെ കോട്ടയത്തിന് പോകാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ കുറവലങ്ങാട് ഇറങ്ങി.
ഈ മാഗസിൻ കണ്ടപാടെ ഇത് വാങ്ങി. കാരണം MD എനിക്കെന്നും ആരാധ്യനായിരുന്നു, അന്നും ഇന്നും എപ്പോഴും. വായനയുടെ ലോകം കാണിച്ചു തന്ന അദ്ദേഹമായിരുന്നു. എത്രമാത്രം ക്ലാസിക്കുകൾ എഴുതിയിട്ടുണ്ട്, വല്ലാത്തൊരിഷ്ടമായിരുന്നു. അപ്പോൾ രണ്ടാം വഴി എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും ഇതൊന്ന് വായിച്ച് നോക്കാം എന്ന് കരുതി ആ ഒരു മാഗസിൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ അന്ന് കടലിന് കറുത്ത നിറമായിരുന്നു. ആദ്യമൊന്നും വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല കേട്ടോ. 2 തവണ 3 തവണ അതിൻ്റെ ആദ്യത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു തികച്ചും MDയുടെ ക്ലാസിക് കൃതിയായിരിക്കും എന്ന് എനിക്ക് ബോധ്യം വന്നിരുന്നു. അപ്പോൾ കലാകൗമുദിയിലാണ് വരുന്നത്. 52 ആഴ്ച കൊണ്ട് തീരുള്ളൂ. അന്ന് ജയേന്ദ്രനാഥ് സാറായിരുന്നു എൻ്റെ എഡിറ്റർ. എല്ലാം നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. 82-84 കാലഘട്ടത്തിലെ. അപ്പോൾ ആ മാഗസിൻ വാങ്ങിയിട്ട് ഇതൊരു 2-3 ആഴ്ച തവണ വായിച്ചു കഴിഞ്ഞ പാടെ ഞാൻ കൊറോലങ്ങോട് ഇറങ്ങി തിരിച്ച് വീണ്ടും ഇല്ലത്തേക്ക് തന്നെ പോന്നു. എന്ത് വന്നാലും 52 ആഴ്ച കൊണ്ടല്ലേ ഈ നോവൽ തീരുള്ളൂ, ഇത് വായിച്ച് തീർക്കണം. ഇത് വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ ജന്മം കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. കാരണം ഇതൊന്ന് വായിക്കാൻ പറ്റണം. അപ്പോൾ 52 ആഴ്ചത്തെ സമയമെന്ന് പറഞ്ഞാൽ 1 വർഷ കാലാവധിയാണ് വരിക. ഈ 1 വർഷ കാലാവധിക്കിടയ്ക്ക് ഞാൻ നേരിട്ടിരുന്ന വലിയ വിഷയങ്ങൾ, അതായത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അച്ഛൻ തിരിച്ചു വരികയും അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് 2-3 ആഞ്ഞിലികൾ വെട്ടി വിൽക്കുകയും അവരുടെയൊക്കെ പൈസ കൊടുത്ത് തീർക്കുകയും 1 വർഷം കൊണ്ട് വല്ലാത്തൊരു ഡീവിയേഷൻ വന്നു. കാരണം എൻ്റെ വലിയ പ്രശ്നങ്ങളെല്ലാം തീർന്നു, സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർത്തു. മാത്രമല്ല ഈ ഒരു ഇത് കണ്ടശ ഇങ്ങനെ വാങ്ങി വായിച്ച് ഒരു പ്രാവശ്യമൊന്നുമല്ല, എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് അന്ന് കലാകൗമുദി വന്നിരുന്നത്. വെള്ളിയാഴ്ച വാങ്ങിയാൽ വെള്ളിയാഴ്ച വായിക്കും, ശനിയാഴ്ച വായിക്കും, ഞായറാഴ്ച വായിക്കും, തിങ്കളാഴ്ച വായിക്കും. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം അത് വായിക്കും. ആ തവണ വന്നിരിക്കുന്ന ആ ഒരു ഭാഗം അതിനെ വല്ലാതെ ആവേശം കൊള്ളിക്കുകയും എൻ്റെ ചിന്തകളെ മാറ്റിക്കളഞ്ഞു. അത് കാരണം എത്രമാത്രം ക്ലാസിക്കായിട്ടുള്ള കൃതിയാണെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായിരുന്നു. 1 വർഷം കൊണ്ട് എന്തായാലും എൻ്റെ മേജർ ഇഷ്യൂസ് എല്ലാം തീരുകയും, ഈ തീർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തിരിച്ച് വന്നിട്ട് പറഞ്ഞിട്ട് നമ്മുടെ പക്ഷേ തടികളൊക്കെ വിറ്റ് അതിൻ്റെ പൈസ കൊടുത്ത് തീർക്കുകയത്. തീർത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, ഇനി എന്താ പരിപാടി, ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറയാം, അപ്പോൾ ഇനി എങ്ങോട്ടും പോകണില്ല, ഇനി എന്തായാലും കൊടുക്കാം, ബാധ്യതകളൊന്നുമില്ലല്ലോ, ഇനി നാട്ടിൽ ചെന്ന് നിൽക്കാം. എന്നാൽ ഞാനൊരു പരിപാടി വരാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് ഈ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി എന്ന് പറയുന്ന എൻ്റെ ആദ്യ ഗുരു ഈ പാചകത്തിലങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയം, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾക്കെല്ലാം, അന്നിപ്പോൾ സ്കൂൾ കലോത്സവങ്ങൾക്ക് ഒരു 6000-7000 ആൾക്കാരെ ഉണ്ടാവാറുള്ളൂ. അതിന് പാചകമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നെ വിടാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പാചകരംഗത്തേക്ക് വരുന്നത്. അതായത് ഒരു വലിയ യാത്രയുടെയും പുറപ്പെട്ടു പോകലിൻ്റെയും അതിൻ്റെ എല്ലാം ബാലൻസാണ്. പക്ഷേ ഈ പുറപ്പെട്ടു പോകുന്ന സമയത്തും ഒരു ജോലിയും കിട്ടാതെ തിരിച്ചു വരുമ്പോഴും എനിക്ക് നിരാശ തോന്നിയിരുന്നു നല്ലോണം. ആ നിരാശയെല്ലാം ഓവർകം ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അവകാശികളുടെ 4ാമത്തെ വോളിയം, 1436 പേജാണ് ആ വോളിയം. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്ത് ഇതുപോലെ കുറേ കഥകളുടെ ഒരു സംഗ്രഹമാണ്. ആ കഥ ബുക്ക് വായിച്ചിട്ട് ആൾക്കാർക്കറിയാം. 40 ദിവസത്തെ കഥ 4 വോളിയങ്ങളിലായിട്ട് 100-ന് മുകളിൽ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നോവലാണ്, ബൃഹത് നോവലാണ്. ആ നോവലിൻ്റെ അവസാന ഭാഗമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കും. അങ്ങനെ ഒരു ചെറിയൊരു റിലാക്സേഷൻ മനസ്സിന് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ വന്ന് പാചകത്തിലേക്ക് കടന്നപ്പോഴും ഈ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരിയുടെ കൂട്ടത്തിൽ പാചകത്തിന് പോകുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ ബുക്ക് എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഒരു പാചകക്കാരനായിട്ട് അറിയപ്പെടണം. അപ്പോൾ അന്നേരം ഞാൻ ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. എന്തായാലും ഇതിലേക്ക് ഇറങ്ങി 2-3 തവണ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ട് തോന്നി. കാരണം ഒരു പാചകക്കാരന് കിട്ടുന്ന ആദ്യത്തെ ജോലി വിറക് ചുമക്കലാണ്. അത് മുഴുവൻ ചുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 സ്ഥലങ്ങളിലെ പാചകം കഴിയുമ്പോൾ പിന്നീട് ചെല്ലുമ്പോൾ തേങ്ങ പൊട്ടിക്കാൻ പറയും. നാളികേരം പൊട്ടിക്കലാണ് പിന്നത്തെ പരിപാടി.
അത് 2-3 തവണ ചെയ്ത് കഴിയുമ്പോഴത്തെ പിന്നെ നാളികേരം ചിരകാൻ പറയും. അതൊക്കെ ഭയങ്കര സ്ട്രെയിനാണ്, കൈയൊക്കെ കീറി വല്ലാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ എന്നാലും അന്നേരം ഉള്ളിൽ വല്ലാത്തൊരു ഇതായിരുന്നു, ഞാൻ ഈ രീതിക്ക് പോകണോ, ഇങ്ങനെ ഈ രീതിക്ക് പാചകക്കാരനായിട്ട് തന്നെ മുൻപോട്ട് പോകണോ. അതിങ്ങനെ ആലോചിച്ച് അവസാനം ഒരു തീരുമാനം എടുക്കാനുണ്ടായത്, ഒന്നുകിൽ ഈ പാചകക്കാരനായിട്ട് എനിക്ക് പോകാം. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അഭ്യസ്തവിദ്യനാണെങ്കിലും അല്ലെങ്കിലും ഒരു ബ്രാഹ്മണന്, ഒരു നമ്പൂതിരിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നൊരു ഏതെങ്കിലും അമ്പലങ്ങളിലെ പൂജാരിയായിട്ട് മാറുക, അതല്ലെങ്കിൽ പാചകക്കാരനായിട്ട് പോവുക. ഇതുവരെ എഴുതിയ ടെസ്റ്റുകളും ഒക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവ്. കാരണം എനിക്ക് അത്ര ബ്രില്യൻസ് ഒന്നുമില്ല. ഒരു ഇൻ്റർവ്യൂവിന് നല്ലോണം അറ്റൻഡ് ചെയ്തിട്ട് അത് വിജയിക്കാനുള്ള കഴിവുകളൊന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. 2-3 തവണ ഒരു നാഷണൽ ഇൻഷുറൻസിൻ്റെ ഒക്കെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകാൻ വരെ എനിക്ക് ജോലി ശ്രമിച്ച് പോയതാണ്, ഇൻ്റർവ്യൂ നടത്തുകയാണ്. 2-3 മെഡിക്കൽ ഷോപ്പുകളിൽ, മെഡിക്കൽ കമ്പനികളിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകാനൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ നടത്തുകയാണ്. അന്നൊക്കെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയാൻ നല്ല വിലയുള്ള ജോലി തന്നെയാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജായിട്ട് കണ്ടിരുന്നത് അവർക്ക് കിട്ടുന്ന ബൈക്കാണ്. പിന്നെ ഇങ്ങനെ അടച്ചു വയ്ക്കുന്ന കിരീടം പോലത്തെ ഒരു ബാഗ്, ആ ബാഗും ഒരു ബൈക്കും ഉണ്ടെങ്കിൽ ഏതൊരു ആശുപത്രിയിലും ധൈര്യമായിട്ട്, ഞാൻ പല ആശുപത്രികളിലും രോഗികൾ ഇരിക്കേണ്ട സമയത്ത് ഇവർ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രിവിലേജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആകാൻ വേണ്ടി കുറേ സ്ഥലങ്ങളിൽ പോയിരുന്നു. പക്ഷേ എൻ്റെ പ്രസൻറ്റേഷൻ മോശമായിട്ടായിരിക്കാം അവരുടെ അടുത്തും ജോലി കിട്ടിയിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതേ വഴിയുള്ളൂ, ഒന്നുകിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പൂജാരിയായി മാറുക, അല്ല എന്ന് വരികിൽ ഏതെങ്കിലും പാചകക്കാരൻ്റെ കൂടെ പാചകക്കാരനായിട്ട് മാറുക. അപ്പോൾ പൂജാരിയായി പോകുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ കുറേ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഒരു നല്ല പൂജാരി എത്രമാത്രം ഡെഡിക്കേറ്റഡായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്താലും ആ ആൾക്ക് അതിനുള്ള യോഗമില്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല. റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വരിൽ പൂജാരി, ദക്ഷിണ കൊടുത്ത പൂജാരി കുറ്റം പറയും. പൂജ കഴിച്ച് ദക്ഷിണം കൊടുത്തിട്ട് പോയി കഴിയുമ്പോൾ ദക്ഷിണ വാങ്ങിയ പൂജാരിയെ എന്തായാലും ഈ വന്നയാൾ മനസ്സാ ശപിക്കും. അത്രയൊക്കെ ചെയ്തു, ഞാൻ ആ അമ്പലത്തിൽ പോയി ഇത് ചെയ്തു, ഈ അമ്പലത്തിൽ പോയി ഇത് ചെയ്തു, ഇന്ന ജ്യോത്സ്യനെ കൊണ്ട് കൊടുത്തു, എന്നിട്ടൊന്നും ഞാൻ രക്ഷപ്പെടുന്നില്ല. അയാളുടെ യോഗം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അതുകൊണ്ട് അതിന് പോകണ്ട. പാചകമാണെങ്കിൽ അതിലൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ, അത് കഴിയുമെന്ന് എനിക്ക് ആ കാലഘട്ടത്തിൽ ഓർമ്മയില്ല. കാരണം ഞാൻ ഇവിടെ വിറക് കൊണ്ടുപോയിട്ട് തേങ്ങ പൊട്ടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ. പാചകക്കാരനൊന്നും വരാറായിട്ടില്ല. പാചകക്കാരൻ്റെ കൂട്ടത്തിൽ പോകുന്ന ഒരാളായിട്ട് മാത്രം മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ കൊടുക്കുന്ന ഭക്ഷണത്തിന് അപ്പോൾ റിസൾട്ട് കിട്ടും. 3 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ ട്രിപ്പ് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്ന ആളുടെ കയ്യിൽ നിന്ന് നമുക്കതിൻ്റെ വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ജോലി, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഒരു വിജയിച്ചൊരു പാചകക്കാരന് നല്ല ഫുഡ് കൊടുത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ആ എക്സ്പ്രഷൻസ് മതി നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അത് ഈ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി എൻ്റെ ഗുരുവിന് ഒരുപാട് ആൾക്കാർ വന്ന് അഭിനന്ദിക്കുന്നതും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് പോകുന്നതൊക്കെ മാറി നിന്ന് കണ്ടിട്ടുണ്ട്. അടുത്തേക്ക് ചെല്ലാൻ മാത്രമായിട്ടില്ല. അപ്പോഴും തേങ്ങാപ്പൊട്ടിക്ക് ഞാൻ പറഞ്ഞു, വിറക് ചുമക്കലും തേങ്ങാപ്പൊട്ടിക്കലും ആയിരുന്നു എന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു അപ്രീസിയേഷൻ കണ്ടപ്പോൾ പാചകക്കാരൻ തന്നെ ആയാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് PD മോഹനൻ എന്ന ഞാൻ, അതായത് പഴയടത്തിലെടുത്ത് ദാമോദരൻ നമ്പൂതിരി മകൻ മോഹനൻ എന്ന ഞാൻ പഴയടം മോഹനൻ നമ്പൂതിരിയായിട്ട് മാറിയത്. പാചകം അത്ര മധുരമുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. കാരണം അതിന് നല്ലോണം സ്ട്രഗിൾ ചെയ്യണം. പ്രത്യേകിച്ചും ആദ്യകാല ഒരു അപ്രൻറ്റീസ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിലും നല്ല സ്ട്രഗിളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വിറക് കെട്ടി ചുവന്നിട്ടാണ് ആദ്യം തുടങ്ങുക. കുറേ ദിവസങ്ങൾ അങ്ങനെ വിറക് കെട്ടി ചുവന്നതിന് ശേഷമായിരിക്കും തേങ്ങ പൊട്ടിക്കാനുള്ള അവസരം തരിക. അത് കഴിഞ്ഞിട്ട് നാളികേരം ചിരകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൈ കീറാണ്ട് പരിചയമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് നാളികേരം ചിരകുക എന്നൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാളെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ പണി തുടങ്ങിയിരിക്കും. രാത്രി ഒരു 11:30-12 വരെയൊക്കെ നമുക്ക് പണിയെടുത്താൽ ഏതാണ്ട്
കുറേ ഐറ്റംസുള്ള നാളത്തേക്കെല്ലാം തീർക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു സദ്യ എന്ന് പറയുന്നത് ഷഡ്രസങ്ങളിൽ 6 രസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭക്ഷണ സമ്പ്രദായമാണ് ഒരു വെജിറ്റേറിയൻ സദ്യ. അപ്പോൾ അതിന് ഏതാണ്ട് ഈ 6 രസങ്ങൾ എല്ലാ വിഭവങ്ങളിലുമാണ്. എല്ലാ വിഭവങ്ങളിലും 6 രസങ്ങൾ ഉള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കണം. അതായത് കയ്പ്പ്, ചവർപ്പ്, എരിവ്, പുളി, ഉപ്പ്, മധുരം, അങ്ങനെ 6 രസങ്ങളാണ് ഒരു വെജിറ്റേറിയൻ സദ്യയിലുള്ളത്. ശരിക്കും അതൊരു അപ്പോൾ ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി തീർക്കണമെന്ന് വരികിൽ നല്ലോണം സമയമെടുക്കും. അതായത് അച്ചാറുകൾ 2 കൂട്ടം ഉണ്ടാവും, കിച്ചടികൾ 2 കൂട്ടം ഉണ്ടാവും, പച്ചടി ഉണ്ടാവും, കാളനുണ്ടാവും, സാമ്പാറുണ്ടാവും. പിന്നെ അവിയൽ മുതലുള്ള സാധനങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കുക. സാമ്പാർ ആദ്യം വയ്ക്കും, പിന്നെ അവിയൽ മുതലുള്ള സാധനങ്ങൾ വെളുപ്പിനാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുവരെ എത്തണം എന്ന് വരികിൽ ഈ തലേദിവസം തന്നെ നമ്മൾ പണി തീർക്കണം. പ്രത്യേകിച്ചും ഈ പായസങ്ങളിൽ പഴപ്രഥമനൊക്കെ ആണെന്ന് വരികിൽ ഏത്തപ്പഴം അങ്ങനെ നല്ലോണം വേവിച്ചിട്ട് അത് മുഴുവൻ വരട്ടി കഷണങ്ങളൊക്കെ നല്ലോണം ഉടച്ചിട്ട് ചട്ടിയിൽ തന്നെ ഇളക്കി വരട്ടി ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂറൊക്കെ വരട്ടി കഴിഞ്ഞാലേ ഒരു പഴപ്രസാദമുള്ള വരട്ടി തീർക്കുള്ളൂ. പിന്നീട് പിറ്റേ ദിവസം തേങ്ങാപ്പാൽ ചേർത്തിട്ട് അത് 3-ാം പാലും ഈ നാളികേരം ചേർക്കി പാൽ പിഴിഞ്ഞെടുത്ത് അത് വറ്റിച്ച് അതിനൊരു പ്രോസസ്സ്, വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഓരോ ഐറ്റത്തിനും നല്ലോണം നമ്മളതിൻ്റെ അകത്ത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. അത് വളരെ കൃത്യമായ രീതിക്ക് ഇതെല്ലാം ചേർക്കേണ്ടതുള്ളതുകൊണ്ട് നല്ല പണി തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ തലേദിവസം പോലെ തന്നെ രാവിലെ 10 മണിക്ക് പണി തുടങ്ങിയാൽ രാത്രി ഒരു 11:30-ക്കൊക്കെ 12 മണിക്ക് മുമ്പ് തീർക്കും. പിന്നെ വീണ്ടും 3 മണിക്ക് എണീക്കുക. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഉണ്ടാവാറ് പതിവില്ല. പിന്നെ 3 മണിക്ക് തുടങ്ങിയാലും അന്ന് രാവിലെ 10 മണിയോട് കൂടി എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി തീർക്കുള്ളൂ. പിന്നീട് അത് വിതരണം ചെയ്യാൻ വേണ്ടി കൊടുക്കാമെന്നുള്ളതാണ്. ആ സമയത്ത് പപ്പടം കാച്ചാൻ നിൽക്കണം. കാരണം ആദ്യം വരുന്ന ആൾക്കാരുടെ ജോലിയാണ് ഈ പപ്പടം കാച്ചലൊക്കെ. അപ്പം നമ്മൾ ഫുൾ ടൈം പണിയായിട്ട് മാറും. അതൊരു വല്ലാത്തൊരു സ്ട്രെയിൻ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നാമത് ഈ ഉറക്കൊളയ്ക്കുന്നത് നമുക്ക് ഡീഹൈഡ്രേഷൻ കൂടും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാവും, നല്ലോണം ക്ഷീണം വരും. എന്നാൽ അതേ സമയത്ത് ഈ പണികളൊന്നും നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഒരാൾ മാറിക്കഴിഞ്ഞാൽ അതിനെ അഫക്റ്റ് ചെയ്യും. 1000 പേരുടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് 7 പേരിൽ 8 പേരായിരിക്കും പണിക്ക് പോകുക. അതിൻ്റെ അകത്ത് ഒരാൾ മാറിക്കഴിഞ്ഞാൽ അത്രയും ആ പ്രോഗ്രാം ലാഗ് ചെയ്ത് പോകുന്നതുകൊണ്ട് എല്ലാവരുടെയും ഒപ്പം ഒരുപോലെ നിന്ന് പണിയെടുത്താൽ മാത്രമേ ഇത് തീർക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്തും ഈ മെയിൻ പാചകക്കാരൻ എല്ലാ സമയത്തും ഉണ്ടാവുന്നില്ല. എന്നാലും ഉണ്ടാവും, അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ അത്ര സ്ട്രെയിൻ അവർക്ക് വരുന്നില്ല. ആദ്യകാലത്തുള്ള അപ്രൻറ്റിസ്ഷിപ്പുകളോടോ അല്ലെങ്കിൽ കൂടത്ത് നിന്ന് ഫിസിക്കലായിട്ട് പണിയെടുക്കുന്നതിൻ്റെ അത്ര സ്ട്രെയിൻ അദ്ദേഹത്തിന് ഉണ്ടാവാറ് പോകില്ല. പക്ഷേ നമ്മൾക്കൊക്കെ ഭയങ്കരമായിട്ട് തളർന്നു പോകും. എന്തായാലും ഇതാണൊരു വഴി, അല്ലെങ്കിൽ പാചകമാണൊരു വഴി എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ജോലി ചെയ്യേണ്ട പറ്റുമല്ലോ. അങ്ങനെ തന്നെ എല്ലാ സ്ട്രെയിനും എല്ലാ സ്ട്രഗിളും എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ കൂട്ടത്തിലൊക്കെ നിന്ന് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാളികേരം ചെറുക എന്ന് പറയുന്ന കണ്ടിട്ടുള്ളവർക്കറിയാം, അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. കൈ നല്ല പൊറുക്ക പിടിച്ചില്ലെങ്കിൽ നല്ലോണം കയറും. ശകലം തെറ്റിയാൽ ഈ പൊട്ടിക്കുന്ന നാളികേരത്തിന് കറക്റ്റായിട്ട് പൊട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ വക്കൊരു ലേശം എവിടെയെങ്കിലും കൊത പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ചിരവനാക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് കൈയിൽ നിന്ന് അടിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് കൈയായിരിക്കും ചിരവയിലേക്ക് ചെല്ലുക. അപ്പോൾ കൈ നല്ലോണം വട്ടത്തിലങ്ങോട്ട് കീറിപ്പോവും. അത് പലതവണ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പക്ഷേ അന്നേരമൊക്കെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളിത്രയും പഠിച്ചിട്ട് ഈ പാചകക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കണം. പക്ഷെ പ്രത്യേകിച്ചും സമൂഹത്തിൽ നിന്ന് ഈ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം തന്നെയായിരുന്നു പാചകക്കാർ അന്ന്. 80കളുടെ കാര്യമാണ് പറഞ്ഞത്, 80-90കളിലെ സംഭവങ്ങളാണിത്. മറ്റുള്ള ഒരു സമൂഹത്തിലെ 3-ാം കട ആൾക്കാരുടെ ഒരു കാറ്റഗറിയിലായിരുന്നു പാചകക്കാരൻ കണ്ടെത്തിയിരുന്നത്. അതിൻ്റെ അത് മെയിൻ ആൾക്കാർക്കൊന്നും വിഷയങ്ങളില്ല, അല്ലാണ്ടുള്ള പണിക്കാരൊക്കെ ആ രീതിക്കാണ് സമൂഹം കണ്ടിരുന്നത്. അപ്പോൾ അല്ലാത്ത ഡിസ്ക്രിമിനേഷൻ നമുക്കിത് ഫീൽ ചെയ്യുന്നൊരു സമയം കൂടിയായിരുന്നു. എന്നാലും വേണ്ടില്ല ഇതിൽ നിൽക്കുക, എന്താ വന്നല്ലോ ഇനിയിപ്പോൾ ഇത് പണിയെടുത്ത് നമുക്ക് അടുക്കളയിലൊന്ന് കയറാൻ പറ്റും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. നമുക്ക് അടുക്കളയിലേക്ക് കയറാൻ അന്നും നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം ഈ സാധനങ്ങൾ ഒരുക്കി കൊടുക്കുക, വെട്ടിയ കഷ്ണങ്ങളൊക്കെ കഴുകി കൊണ്ട് കൊടുക്കുക, കഷ്ണം വെട്ടാൻ പോലും സമ്മതിച്ചിരുന്നില്ല. ഈ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇന്ന രീതിക്ക് വേണം, അല്ലെങ്കിൽ അതിലേക്ക് അതുപോലും നമ്മൾ അന്ന് സമ്മതിച്ചിരുന്നില്ല. ഇത് കഴുകി വാരിക്കൊണ്ട് കൊടുക്കാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു മനപ്രയാസം നല്ലോണം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തോന്നാതിരിക്കാനും വഴിയല്ല. കാരണം നമ്മളെ സംബന്ധിച്ചാലും നമ്മൾ വലിയ കേമനാണെന്നും ഞാൻ ഒരുപാട് വായിക്കുന്ന ആളാണെന്നും എനിക്ക് ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്നും എന്നൊക്കെ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഈഗോ വരുമല്ലോ.
2-3 തവണ അടുപ്പിച്ച് ഇതുപോലെ പാചകത്തിന് പോവുകയും രാത്രി മുഴുവൻ ഉറക്കമുളച്ച് നിന്നുകൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യുമ്പോഴേക്കും അത്തരം ഈഗോകളെല്ലാം മെൽട്ടായിപ്പോകും. പിന്നെ ജീവിതമാണ് വരുന്നത്. ജീവിതത്തിലേക്ക് കടക്കുന്ന ആ ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തൊഴിലായിട്ട് കണ്ടെത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി ഒരു 8-10 തവണ നല്ലവണ്ണം അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ജോലി ചെയ്യുകയും പിന്നെ ചെറിയ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ സംശയങ്ങൾ ചോദിക്കുക, കാരണം നമുക്ക് ഒരു സ്ഥലത്ത് കാണിക്കുന്നതല്ല അടുത്ത സ്ഥലത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു അത്ഭുതം, ഇതെന്താ ഇങ്ങനെ, ഇന്നാൾ അങ്ങനെ അല്ലല്ലോ ചെയ്തത്, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, പാചകം അറിയാവുന്ന ആൾക്കാർക്ക് പറയാം. അപ്പോൾ കാളൻ എന്ന് പറഞ്ഞ സംഭവം, അതിന് ഒരുപാട് അവസ്ഥാന്തരങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് കുറുക്ക് കാളനുണ്ട്, കട്ടിപ്പുളിശ്ശേരിയുണ്ട്, വെറും പുളിശ്ശേരിയുണ്ട്, മോര് കാച്ചിയതുണ്ട്. മോരിൻ്റെ പലവിധ വേർഷനുകളാണ് അതെല്ലാം. അപ്പോൾ ഈ കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത്, അതാണ് ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഇന്നത് മതി, ഒന്നെങ്കിൽ കുറുക്കുവെള്ളം വേണം, അല്ലെങ്കിൽ കട്ടിപ്പുളിശ്ശേരി വേണം, അല്ലെങ്കിൽ മോര് കാച്ചിയായിട്ട് മതി. അവരെന്ത് ആവശ്യപ്പെടുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മളിത് പാചകം ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കസ്റ്റമർ എന്ത് ആവശ്യപ്പെട്ടു എന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ. അത് പ്രധാന പാചകക്കാരന് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ഒരു സംശയങ്ങൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇന്നാൾ അങ്ങനെ അല്ലല്ലോ ചെയ്തത്, ഇവിടെ എന്തെങ്കിലും ചെയ്തത്. അന്നേരം പറഞ്ഞ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഇനി അടുക്കളയിലേക്ക് പതുക്കെ കയറി വരാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, 5-8 സ്ഥലത്ത് വന്നില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ വറവലെടുക്കുക, അതായത് കടുക് താളിക്കാൻ തരും നമ്മൾ. അതൊന്ന് നേരത്തെ എടുത്ത് വയ്ക്കും. അതാണ് ആദ്യം പഠിപ്പിക്കുന്നത്. പിന്നീടാണ് ഓരോരോ സാധനങ്ങൾ എടുക്കുമ്പോൾ, അവിയലുണ്ടാക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം, അതിന് ഈ കാളൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കട്ടിപ്പുളിശ്ശേരിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട രീതി ഇതാണ്. വേറൊരു സ്ഥലത്ത് വന്നാൽ ഇവിടെ കുറുക്കുകാളനാണ്. കുറുക്കുകാളൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, കഴിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. വടക്കൻ കേരളത്തിൽ ചമ്മന്തി പോലെ ഇരിക്കും, ഇലയുടെ ഒരു അരികിലായിരിക്കും വിളമ്പുക. അതാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഇതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞു തരാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ കുറച്ചുകൂടി ഞാൻ ത്രിൽഡായി. കാരണം ഒരു പാചകക്കാരനായിട്ട് തന്നെ അംഗീകരിച്ച് തുടങ്ങിയല്ലോ. ആ സമയത്ത് അതായത് 85 കാലഘട്ടത്തിൽ ഞാൻ താമസിക്കുന്ന കുറിച്ചിത്താനം ഗ്രാമം, അവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. കുറിച്ചിത്താനം പൂത്തുരുക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടുത്തെ പൂജാരി എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ മലമേലിൻ്റെ ഒക്കെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ വലിയ മലമേലൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. കാണണമെങ്കിൽ ആൾക്കാർ ക്യൂ നിൽക്കും. കാരണം അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയൊരു വ്യക്തിയായിരുന്നു. അത് 40-40 വർഷമായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ പോയി തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ എന്നോട് ഈ പൂജാരി പറഞ്ഞു, നിനക്ക് ഞാനൊരു അസൈൻമെൻറ്റ് തരാം. എന്താണെന്ന് വെച്ചാൽ